അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത 2024-25 അർദ്ധവാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ താരീഖിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കുക. ബ്രാക്കറ്റ് 6 ചോദ്യങ്ങളാണുള്ളത്. ബ്രാക്കറ്റിൽ കാസിം ഇബ്രാഹീമിൻ്റെ മാതാവ്, അബ്ദുള്ളയുടെ ജനനം, ജിബ്രീൽ അലൈഹിസ്സലാം, ബക്ക, നബി മറുപടി പറഞ്ഞു. 1. ഇഖ്റ എന്ന് ആജ്ഞാപിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. 2. മാ നബി കാരിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ സന്താനം കാസിം. 4. നുബുവത്തിൻ്റെ ശേഷമായിരുന്നു അബ്ദുള്ളയുടെ ജനനം. 5. മാരിയത്തുൽ ഖിബ്തിയാണ് ഇബ്രാഹീമിൻ്റെ മാതാവ്. 6. മക്കയുടെ ഉപനാമം ബക്ക. സെക്ഷൻ 2 നബിയുമായുള്ള ബന്ധം എഴുതാം. 1. സുവൈബത്ത് ബിൻ അസ്ലമിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സ്ത്രീ. 2. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ. 3. അബ്ദുൽ മുത്തലിബ്, പിതാമഹൻ. 4. അബൂ താലിബ്, പിതൃവ്യൻ. സെക്ഷൻ 3 പൂരിപ്പിക്കാം. 1. ഖുറൈശി ഗോത്രത്തിലെ ഖുവൈലിദിൻ്റെ മകളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. 2. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നു. 3. സിറിയാക്ക് ഷാമി എന്നും പേരുണ്ട്. 4. 42 വർഷക്കാലം നബി തങ്ങൾ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. 5. വഫാത്താകുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് 20 ആയിരുന്നു. സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1. ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. കാരണമെന്ത്? എൻ്റെ ആൻസർ, മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കഅബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചു. അത് കാരണമായിരുന്നു പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. 2. ഹലീമ ബീവിയുടെ കൂടെ നബി തങ്ങൾ താമസിച്ചു എത്ര കാലം? 4 വർഷക്കാലമായിരുന്നു നബി തങ്ങൾ താമസിച്ചിരുന്നത്. 3. മക്കയിൽ ആദ്യ താമസക്കാർ ആരായിരുന്നു? ഇസ്മായിൽ അലൈഹിസ്സലാമും മാതാവ് ഹാജറ ബീവിയുമായിരുന്നു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ ഗോത്രമേത്? ബനു സുഹ്റ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽക്കേ വിട്ടുനിന്നു എന്തിൽ നിന്നെല്ലാം? അക്രമം, അനീതി, ബിംബാരാധന മുതലായവയിൽ നിന്നെല്ലാം നബി തങ്ങൾ വിട്ടുനിന്നു. സെക്ഷൻ 5 രണ്ടെണ്ണം വീതം എഴുതാം. 1. ഖദീജ ബീവിയുടെ ഗുണങ്ങൾ. കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർതൃസ്നേഹം, ഔദാര്യം മുതലായ ഗുണങ്ങളുണ്ടായിരുന്നു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം എന്തെല്ലാം? ത്വയ്യിബ്, ത്വാഹിർ എന്നീ ഉപനാമങ്ങൾ ഉണ്ടായിരുന്നു. 3. നബി തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. അതിൻ്റെ ആൻസർ, ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു, അനുഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞ് തരിപ്പണമായി, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കെട്ടണഞ്ഞുപോയി, ഇറാനിലെ സാവ തടാകം വറ്റിവരണ്ടു, സമാവ താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. നബി തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഇത്രയും കാര്യങ്ങളായിരുന്നു മൂന്നാം തരത്തിലെ താരീഖിൽ നിന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹു നമ്മെ ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.